B4 ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL സീസൺ 7ലേക്കുള്ള ഫുൾ സ്ക്വാഡ് സെറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സൈനിങ്ങുകളും കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരത്തിനുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്ക്വാഡ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ നിരയും ഇന്ത്യൻ നിരയും എല്ലാം നമ്മൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലെ 6 കീ പ്ലെയേഴ്സിനെ പറയുന്നതായിരിക്കും. ഈ 6 കീ പ്ലെയേഴ്സിൽ 3 ഇന്ത്യൻ താരങ്ങളും 3 വിദേശ താരങ്ങളുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആദ്യം അവരുടെ ചെറിയൊരു സ്റ്റാറ്റ് ആയിരിക്കും നമ്മൾ വായിക്കുക. പിന്നീടായിരിക്കും നമ്മൾ മൊത്തത്തിലുള്ള സ്ക്വാഡ് ഒന്ന് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ സീസണിൽ 7ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വരുത്തിയത്. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ മാറ്റി എൽക്കോ ഷാട്ടോരിക്ക് പകരം കഴിഞ്ഞ സീസണിലെ മോഹൻ ബഗാനെ ചാമ്പ്യന്മാരാക്കിയ കിബു വിക്കോനിയെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചു. അതുപോലെ തന്നെ നിരവധി വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്ന സെർജിയോ സുഡോൺഷി ഒഴികെയുള്ള എല്ലാ വിദേശ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ ഈ സീസണിൽ മികച്ച ഒരു റീപ്ലേസ്മെൻറ്റ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഈ സീസണിലെ എല്ലാ സൈനിങ്ങുകളും അവസാനിച്ചപ്പോൾ ഏറ്റവും മൂല്യമുള്ള ഒരു ക്ലബ്ബായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ സീസണിലെ ഏറ്റവും അധികം കാശ് മുടക്കിയ ഒരു ക്ലബ്ബായി മാറിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മാത്രമല്ല ISL സീസൺ 7ലെ ഏറ്റവും വില കൂടിയ താരം കേരള ബ്ലാസ്റ്റേഴ്സിലാണുള്ളത്. അത് ഗാരി കൂപ്പറാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്ക്വാഡ് അനാലിസിസ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 6 കീ പ്ലെയേഴ്സിനെ നോക്കാം. അപ്പോൾ ആ ഒരു 6 കീ പ്ലെയേഴ്സിലെ 3 ഇന്ത്യക്കാരെ ആദ്യം പരിചയപ്പെടാം. ആദ്യത്തെ ഒരു താരം എന്ന് പറയുന്നത് സഹൽ അബ്ദുൾ സമദാണ്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ നിർണായകമായ ഒരു റോളാണ് സഹൽ അബ്ദുൾ സമദിന് വഹിക്കാനുള്ളത്. കഴിഞ്ഞ സീസണിൽ സ്റ്റാർട്ടിംഗ് 11 അധികം മത്സരങ്ങൾ ഈ താരത്തിന് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇദ്ദേഹത്തിന് മികച്ച അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സഹൽ അബ്ദുൾ സമദിൻ്റെ ചെറിയൊരു സ്റ്റാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 37 മത്സരങ്ങളാണ് ISL കളിച്ചിട്ടുള്ളത്. ഈ 37 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും 3 അസിസ്റ്റുമാണ് ഈ താരം നേടിയിട്ടുള്ളത്. ടോട്ടൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് 48 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 3 അസിസ്റ്റുമാണ് ഈ താരം നേടിയിട്ടുള്ളത്. ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലാണ് അദ്ദേഹം 7 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞൊരു 3 സീസണായിട്ട് സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലുണ്ട്. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ സീസണിൽ സഹലായിരുന്നു ISLലെ എമർജിംഗ് പ്ലെയർ. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു ക്ഷണവും ലഭിച്ചു. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെയാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിലെത്തിയത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മിഡ്ഫീൽഡറായി മാറിയത് തന്നെ. അപ്പോൾ ഈ ഒരു സീസണിലും കിബു വിക്കോനിക്ക് കീഴിൽ സഹൽ അബ്ദുൾ സമദിന് വളരെ നിർണായകമായ ഒരു റോള് തന്നെയാണ് വഹിക്കാനുള്ളത്. മിക്കവാറും സെൻട്രൽ മിഡ്ഫീൽഡിൽ നല്ലൊരു സ്ഥാനം സഹൽ അബ്ദുൾ സമദിന് ഉണ്ടാകും. അടുത്തൊരു താരം എന്ന് പറയുന്നത് ജസൽ കർണീറോയാണ്. അപ്പോൾ ഈ ഒരു താരവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഒരു കീ പ്ലെയർ തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ മാത്രമാണ് ജസൽ കർണീറോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായത്. കഴിഞ്ഞ സീസണിൽ തന്നെയാണ് ജസൽ കർണീറോ ആദ്യമായിട്ട് ISL കളിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങിയ ഒരേ ഒരു കളിക്കാരൻ ജസൽ കർണീറോ മാത്രമാണ്. കഴിഞ്ഞ സീസണിൽ 18 മത്സരങ്ങളിൽ നിന്ന് 5 അസിസ്റ്റാണ് ഈ താരം നേടിയിട്ടുള്ളത്. ഗോളുകളൊന്നും കഴിഞ്ഞ സീസണിൽ ജസൽ കർണീറോ നേടിയിട്ടില്ല. അപ്പോൾ 18 മത്സരങ്ങളിൽ നിന്ന് 5 അസിസ്റ്റ്, ആ ഒരു സ്റ്റാറ്റിലൂടെ തന്നെ നമുക്ക് ഈ ഒരു താരത്തിൻ്റെ റേഞ്ച് മനസ്സിലാകും. കഴിഞ്ഞ സീസണിൽ ഒരുപോലെ ഡിഫെൻഡ് ചെയ്തും ഒരുപോലെ അറ്റാക്ക് ചെയ്തും മികച്ചൊരു പ്രകടനമാണ് അദ്ദേഹം ഡിഫൻസിൽ കാഴ്ചവെച്ചത്. ഈ ഒരു താരത്തിന് 30 വയസ്സായിട്ടുണ്ട്. അദ്ദേഹം ഡെംബോ SC എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ സീസണിൽ എത്തിയത്. അപ്പോൾ ഇതിനു മുൻപ് ഐ ലീഗിൽ പോലും കളിക്കാത്ത ഒരു താരമായിരുന്നു ജസൽ കർണീറോ. എന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ വളരെ മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിന് നടത്തുവാൻ സാധിച്ചു. അപ്പോൾ അത് വളരെ അതിശയകരമായൊരു കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ജസൽ കർണീറോയുടെ ഒരു പ്രകടനം. വളരെ മികച്ചൊരു ഉത്തരവാദിത്വം തന്നെയാണ് ജസൽ കർണീറോയ്ക്ക് നേരിടാനുള്ളത്. കഴിഞ്ഞ സീസണിലെ കിബു വിക്കോനിയുടെ കളികൾ കണ്ടവർക്കറിയാം, അദ്ദേഹം ഭൂരിഭാഗവും ആക്രമണവും വിങ്ങിലൂടെയാണ് നടത്തിയിട്ടുള്ളത്. ജസൽ കർണീറോ ഒരു മികച്ച വിങ്ങറാണ്. അതുകൊണ്ട് തന്നെ ഒരു നിർണായക റോൾ തന്നെയാണ് ജസൽ കർണീറോയ്ക്കും ഈ ഒരു സീസണിൽ വഹിക്കാനുള്ളത്. അടുത്തൊരു താരം എന്ന് പറയുന്നത് നിഷു കുമാറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സൈനിങ് ആണ് നിഷു കുമാർ. ഈ സീസണിൽ മാത്രമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായത്. കഴിഞ്ഞ എല്ലാ സീസണുകളിലും അദ്ദേഹം ബംഗളൂരു FCയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് 22 വയസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് ബാക്കാണ്. അദ്ദേഹത്തെ റൈറ്റ് ബാക്കായിട്ടും നമുക്ക് കളിപ്പിക്കാം.
നമുക്കറിയാം ഓൾറെഡി ലെഫ്റ്റ് ബാക്കിൽ ജസൽ കാർണിയറയുണ്ട്. അപ്പോൾ ഈ സീസണിൽ ഒരു പക്ഷേ നിഷു കുമാർ റൈറ്റ് ബാക്ക് ആയിട്ട് ഇറങ്ങാനാണ് കൂടുതൽ സാധ്യത. അതിൽ അദ്ദേഹം ബംഗളൂരു FC വേണ്ടിയിട്ട് ISL 40ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ 40 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും ഒരൊറ്റ അസിസ്റ്റ് പോലും ഈ താരം നേടിയിട്ടില്ല. മാത്രമല്ല ബംഗളൂരു FC വേണ്ടിയിട്ട് AFC കപ്പിലും ഈ താരം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോട്ടൽ കരിയർ നമ്മൾ പറയുകയാണെങ്കിൽ 85 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളാണ് ഈ ഒരു താരം ബംഗളൂരു FC വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത്. ഒരൊറ്റ അസിസ്റ്റ് പോലും ഇതുവരെയും ഈ താരത്തിൻ്റെ പേരിലില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു താരം ഒരു ഡിഫൻഡറാണ്, ഒരു അറ്റാക്കിംഗ് ഡിഫൻഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു താരമാണ്. വിങ്ങിലൂടെ വളരെ വേഗതയിൽ പന്ത് കൊണ്ട് നീങ്ങാൻ കഴിവുള്ളൊരു താരമാണ് നിഷു കുമാർ. അപ്പോൾ കിബു വിക്കോനിയുടെ ഒരു പ്ലാനിൽ ഒരുപക്ഷെ നിഷു കുമാറിനും വളരെ നിർണായകമായ ഒരു റോള് വഹിക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസൽ കാർണിയറോയും നിഷു കുമാറും 2 പവർഫുൾ ആയിട്ടുള്ള വിങ്ങേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 2 വേഗതയുള്ള വിങ്ങർമാർ, 2 സ്കില്ലുള്ള വിങ്ങർമാർ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 3 താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ കീ പ്ലേയേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല ഇവരെ കൂടാതെ നൊഗൻ ഡാംബെ നോറിം, രാഹുൽ KP ഈ താരങ്ങൾക്കെല്ലാം വളരെ നിർണായകമായൊരു പങ്ക് തന്നെയാണ് ഈ ഒരു സീസണിലും വഹിക്കാനുള്ളത്. അടുത്ത് നമ്മൾ വിദേശ കീ പ്ലേയേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ഒരു താരം എന്ന് പറയുന്നത് ഡിഫൻഡറായ കോസ്റ്റ നമൈനുഷു ആണ്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ നടത്തിയ ഏറ്റവും മികച്ചൊരു സൈനിങ് ആണ് കോസ്റ്റ നമൈനുഷു എന്ന ഈ ഒരു താരത്തിൻ്റെ സൈനിങ്. അദ്ദേഹത്തിന് 34 വയസ്സായിട്ടുണ്ട്. സിംബാബ്വെ സ്വദേശിയാണ്. അദ്ദേഹം ഇതിനു മുൻപ് കളിച്ചൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് സ്പാർട്ട പ്രാഹ എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ്. ആ ഒരു ക്ലബ്ബിന് വേണ്ടിയിട്ട് ഫോർച്യൂണ ലീഗിൽ 140 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 10 അസിസ്റ്റും ഈ താരം നേടിയിട്ടുണ്ട്. ഈ ഒരു താരത്തിൻ്റെ ഓവറോൾ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 325 മത്സരങ്ങളിൽ നിന്ന് 19 ഗോളും 21 അസിസ്റ്റുമാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. അപ്പോൾ 325 മത്സരങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, അതും യൂറോപ്പിലെ മുൻനിര ലീഗുകളിൽ. വളരെ മികച്ചൊരു സ്റ്റാറ്റ് തന്നെയാണ് കോസ്റ്റ നമൈനുഷുള്ളത്. അതുപോലെ തന്നെ യൂറോപ്യൻ മുൻനിര ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച എക്സ്പീരിയൻസും അതൊരു ചില്ലറ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ സന്ദേശ് ജിങ്ങിൻ്റെ വിടവ് പൂർണ്ണമായും നികത്താൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് കോസ്റ്റ നമൈനുഷു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മാത്രമല്ല കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ ഡിഫൻസിൻ്റെ പേരിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പഴി കേൾക്കേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കോസ്റ്റ നമൈനുഷിൻ്റെ ഒരു പ്രകടനം കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അടുത്തൊരു താരം എന്ന് പറയുന്നത് വിസൻ്റെ ഗോമസ് ആണ്. സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് വിസൻ്റെ ഗോമസ്. മിഡ്ഫീൽഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ താരമാണ് വിസൻ്റെ ഗോമസ്. ഈ ഒരു താരത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് 3 വർഷത്തെ കരാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ല ക്രൂണ എന്നൊരു സ്പാനിഷ് 3rd ഡിവിഷൻ ക്ലബ്ബിൽ നിന്നാണ് ഇദ്ദേഹം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു താരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ലലീഗയിലും ലലീഗ 2nd ഡിവിഷനിലും നല്ല ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ലലീഗയിൽ 75 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളും 2 അസിസ്റ്റും ഈ ഒരു താരം നേടിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും മുൻനിര ലീഗായ ലലീഗ പോലെയുള്ള വമ്പൻ ലീഗുകളിൽ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് വിസൻ്റെ ഗോമസ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ വളരെ നിർണായകമായ ഒരു ചുമതല തന്നെയായിരിക്കും വിസൻ്റെ ഗോമസിനുള്ളത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ദീർഘവീക്ഷണത്തിന് പുറത്താണ് ഈ ഒരു താരത്തെ സൈൻ ചെയ്തതെന്ന് നമുക്ക് പറയാം. കാരണം 3 വർഷത്തെ ഒരു കരാറാണ് ഈ ഒരു താരത്തിന് നൽകിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോങ് ടേം പ്ലാനിന് യോജിച്ച ഒരു താരമായിരിക്കാം വിസൻ്റെ ഗോമസ്. അതുകൊണ്ടായിരിക്കാം 3 വർഷത്തെ ഒരു കരാർ ഈ താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ വിസൻ്റെ ഗോമസ് തന്നെയായിരിക്കും ഒരു പക്ഷേ മിഡ്ഫീൽഡിൽ ഒരു നിർണായക പ്രകടനം ഈ സീസണിൽ നടത്താൻ പോകുന്നത്. അപ്പോൾ വിസൻ്റെ ഗോമസിൻ്റെ ഒരു പെർഫോമൻസ് ഈ സീസണിൽ എങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അടുത്തൊരു താരം എന്ന് പറയുന്നത് ഗ്യാരി ഹൂപ്പറാണ്. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വില കൂടിയ താരമാണ് ഗ്യാരി ഹൂപ്പർ. മാത്രമല്ല ISL തന്നെ ഈ സീസണിലെ ഏറ്റവും വില കൂടിയ താരമാണ് ഗ്യാരി ഹൂപ്പർ. ഈ ഒരു താരത്തിന് 32 വയസ്സേ ആയിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഫോർവേഡാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ മെഷീനെ ലഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. വെല്ലിംഗ്ടൺ ഫീനിക്സ് എന്ന A-ലീഗ് ക്ലബ്ബിൽ നിന്നാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ടോട്ടൽ സ്റ്റാറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ A-ലീഗിൽ കഴിഞ്ഞ സീസണിൽ 21 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 5 അസിസ്റ്റുമാണ് ഈ ഒരു താരം നേടിയിട്ടുള്ളത്. ടോട്ടൽ കരിയർ നമ്മൾ പറയുകയാണെങ്കിൽ 476 മത്സരങ്ങളിൽ നിന്ന് 207 ഗോളും 65 അസിസ്റ്റും നേടിയിട്ടുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു എക്സ്പീരിയൻസ് സ്റ്റാറ്റുള്ള ഒരു താരമാണ് ഗ്യാരി ഹൂപ്പർ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹത്തിന് 32 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ നിർണായകമായ ഒരു ചുമതല തന്നെയായിരിക്കും ഗ്യാരി ഹൂപ്പറിനുള്ളത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ സ്ട്രൈക്കർമാരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗ്യാരി ഹൂപ്പറിൻ്റെ ചുമതലയും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. മാത്രമല്ല അദ്ദേഹം പരിക്ക് പറ്റാതെ മികച്ച രീതിയിൽ തന്നെ ഒരു സീസൺ മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകണം എന്നാണ് മിക്ക ആരാധകരുടെയും ഒരു വലിയ പ്രാർത്ഥന. അപ്പോൾ ഈ 6 താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കീ പ്ലെയേഴ്സായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ സഹൽ അബ്ദുൾ സമദുണ്ട്, ജസൽ കർണിയറയുണ്ട്, നിഷു കുമാറുണ്ട്, കോസ്റ്റ നമൈനുഷു ഉണ്ട്, വിസൻ്റെ ഗോമസ് ഉണ്ട്, ഗ്യാരി ഹൂപ്പറുണ്ട്. ഈ 6 താരങ്ങൾക്ക് പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച നിർണായക പ്രകടനം നടത്താൻ സാധ്യതയുള്ള പല താരങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ലിസ്റ്റിൽ പെടാത്ത കീ പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫുൾ സ്ക്വാഡ് കാണാം.
ആദ്യം നമുക്ക് ഗോൾ കീപ്പേഴ്സിനെ പരിശോധിക്കാം. ഗോൾ കീപ്പേഴ്സിലേക്ക് വരികയാണെങ്കിൽ ബിലാൽ ഖാൻ, ആൽബിനോ ഗോമസ്, പ്രഭുഷ്കാൻ ഗിൽ. ഇതിൽ ബിലാൽ ഖാൻ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു. കഴിഞ്ഞ സീസണിൽ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമേ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയുള്ളൂ. കുറച്ച് ഒരു കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ അധികം മത്സരങ്ങൾ ബിലാൽ ഖാന് ലഭിക്കാതിരുന്നത്. അടുത്തൊരു ഗോളി ആൽബിനോ ഗോമസ് ആണ്. മിക്കവാറും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഗോളി ആവാൻ ചാൻസ് ഉള്ളത് ആൽബിനോ ഗോമസ് ആണ്. അദ്ദേഹത്തിന് ഇതിനു മുൻപും ISL കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൽബിനോ ഗോമസ് തന്നെയായിരിക്കും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഗോളി ആവുക. കഴിഞ്ഞ സീസണിൽ ഒഡീഷ FCയുടെ താരമായിരുന്നു ആൽബിനോ ഗോമസ്. അത് കഴിഞ്ഞാൽ പ്രഭുഷ്കാൻ ഗിൽ, ബംഗളൂരു FCയുടെ ഒരു താരമായിരുന്നു പ്രഭുഷ്കാൻ ഗിൽ. ബംഗളൂരു FCയുടെ തേർഡ് ഗോൾ കീപ്പർ ആയിരുന്നു പ്രഭുഷ്കാൻ ഗിൽ. ഈ ഒരു സീസണിൽ പ്രഭുഷ്കാൻ ഗില്ലിന് ഒരുപക്ഷെ അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത നമ്മൾ ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ആദ്യത്തെ ഒരു താരം എന്ന് പറയുന്നത് നിഷു കുമാറാണ്. നിഷു കുമാറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഈ സീസണിൽ വളരെ നിർണായകമായ ഒരു റോൾ തന്നെയാണ് നിഷു കുമാറിനുള്ളത്. കഴിഞ്ഞ സീസണുകളിലെല്ലാം ബംഗളൂരു FCക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്. അത് കഴിഞ്ഞാൽ ജസൽ കാർണിയറോ, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ മത്സരങ്ങളും കളിച്ച ഒരു താരമാണ് ജസൽ കാർണിയറോ. കഴിഞ്ഞ സീസണിൽ മാത്രമാണ് അദ്ദേഹം ISL വരുന്നത്. അത് കഴിഞ്ഞാൽ ലാൽറോ താര, കഴിഞ്ഞ ഒരു 3-4 സീസണുകളായിട്ട് ലാൽറോ താര കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്. ഈ ഒരു സീസണിലും ഏതെങ്കിലും താരങ്ങൾക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ വളരെ നിർണായകമായ ഒരു പ്രകടനം ലാൽറോ താരയ്ക്ക് കാഴ്ചവെക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ കോസ്റ്റാൻ അമേനിഷു. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ ഒരു ബാക്ക് ബോൺ ആണ് കോസ്റ്റാൻ അമേനിഷു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത് കഴിഞ്ഞാൽ ബാക്കറി കൊനെ. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ മറ്റൊരു വിദേശ സൈനിങ് ആണ് ബാക്കറി കൊനെ. ഒളിമ്പിക് ലയൺ പോലെയുള്ള മുൻനിര യൂറോപ്യൻ ക്ലബ്ബുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ബാക്കറി കൊനെ. ഈ ഒരു താരത്തിന്റെ പ്രകടനത്തിന് വേണ്ടിയും നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അടുത്തൊരു താരം അബ്ദുൾ ഹക്കു ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിലെ ഒരു മലയാളി സാന്നിധ്യമാണ് അബ്ദുൾ ഹക്കു. കഴിഞ്ഞ സീസണിലെ സാമാന്യം ഭേദപ്പെട്ട പ്രകടനമാണ് അബ്ദുൾ ഹക്കുവിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അടുത്തൊരു താരം ധനചന്ദ്ര മീറ്റയാണ്. ഈ സീസണിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു യുവതാരത്തെ ടീമിലേക്ക് എടുത്തത്. ഇദ്ദേഹത്തിനും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ISL ഒരു അരങ്ങേറ്റം നടത്താൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു താരം എന്ന് പറയുന്നത് സന്ദീപ് സിംഗ് ആണ്. ഈ ഒരു താരത്തിനും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഒരു നല്ലൊരു അരങ്ങേറ്റം നടത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിര. ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരണമെങ്കിൽ ആദ്യത്തെ ഒരു താരം എന്ന് പറയുന്നത് ജീക്സൺ സിംഗ് ആണ്. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരമായിരുന്നു ജീക്സൺ സിംഗ്. അണ്ടർ-17 ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഏക ഗോൾ നേടിയ ഒരു താരമാണ് ജീക്സൺ സിംഗ്. അപ്പോൾ ഈ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു താരമാണ് ജീക്സൺ സിംഗ്. അടുത്തൊരു താരം പ്രശാന്ത് മോഹനാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിലെ ഒരു മലയാളി സാന്നിധ്യമാണ് പ്രശാന്ത് മോഹൻ. ഈ ഒരു സീസണിലും നമുക്ക് പ്രശാന്തിനെ ഒരു സൂപ്പർ സബ്ബായിട്ട് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ വിസന്റെ ഗോമസ്, ആ താരത്തെ പറ്റി നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശ താരമാണ് വിസന്റെ ഗോമസ്. അത് കഴിഞ്ഞാൽ സഹൽ അബ്ദുൾ സമദ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു കീ പ്ലെയറാണ് സഹൽ അബ്ദുൾ സമദ്. മിഡ്ഫീൽഡിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം തന്നെയാണ് സഹൽ അബ്ദുൾ സമദ്. അത് കഴിഞ്ഞാൽ രാഹുൽ KP, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ മറ്റൊരു മലയാളി സാന്നിധ്യം കൂടിയാണ് രാഹുൽ KP. മികച്ചൊരു പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കാഴ്ചവെച്ചത്. വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ സാധിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് പരിക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഈ സീസണിലും വളരെ നല്ലൊരു ഫിറ്റ്നസ്സോടുകൂടി എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു താരം സത്യാസൻ സിംഗ് ആണ്. കഴിഞ്ഞ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ് സത്യാസൻ സിംഗ്. നല്ല മികച്ച ക്രോസുകളും മികച്ച ഷോട്ടുകളുമാണ് ഈ ഒരു താരത്തിൽ നിന്ന് നമ്മൾ ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു മിഡ്ഫീൽഡ് താരം എന്ന് പറയുന്നത് അർജുൻ ജയരാജ് ആണ്. കഴിഞ്ഞ സീസണിൽ വലിയൊരു പരിക്ക് പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു സീസണിൽ അർജുൻ ജയരാജിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ അവസരം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ ഫാക്കുണ്ടോ പെരേരയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ മറ്റൊരു വിദേശ താരമാണ് ഫാക്കുണ്ടോ പെരേര. ഒരു അർജന്റീന താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏക ലാറ്റിൻ അമേരിക്കൻ സാന്നിധ്യമാണ് ഫാക്കുണ്ടോ പെരേര. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ഈ സീസണിൽ ഇദ്ദേഹത്തിൻ്റെ കളി ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. അടുത്തൊരു താരം ഗിബ്സൺ സിംഗ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നടത്തിയ ഏറ്റവും മികച്ച ഒരു യുവ സൈനിങ് ആണ് ഗിബ്സൺ സിംഗിൻ്റെതെന്ന് നമുക്ക് നിസ്സംശയം അറിയാം. കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് ഗിബ്സൺ സിംഗ് കാഴ്ചവെച്ചത്. അടുത്തൊരു താരം സെർജിയോ സിഡോൻച. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമായിരുന്നു സെർജിയോ സിഡോൻച. സെർജിയോ സിഡോൻചയെ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളിൽ നിലനിർത്തിയത്. കഴിഞ്ഞ സീസണിൽ പരിക്കു മൂലം ഈ ഒരു താരത്തിന് ശരാശരി പ്രകടനം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെക്കാൻ സാധിച്ചത്. ഈ ഒരു സീസണിൽ മികച്ച ഒരു ഫോമിൽ അദ്ദേഹം തിരിച്ചെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ രോഹിത് കുമാർ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിലെ മറ്റൊരു യുവ ഇന്ത്യൻ സാന്നിധ്യമാണ് രോഹിത് കുമാർ. അത് കഴിഞ്ഞാൽ ഋത്വിക് ദാസ്, ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത മറ്റൊരു യുവതാരമാണ് ഋത്വിക് ദാസ്. ഈ സീസണിലെ മികച്ചൊരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത രണ്ട് മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് ഒരാൾ നൊഗണ്ട മനോറയും. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് 11 ഇറങ്ങാൻ 90% സാധ്യതയുള്ള ഒരു താരമാണ് നൊഗണ്ട മനോറയും.
നോറമിൻ്റെ ഒരു പ്രകടനം കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനിലെ കിബുവിൻ്റെ വിശ്വസ്തനായ ഒരു പ്ലെയർ ആയിരുന്നു നൊഗണ്ടാമ നോറം. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലും നൊഗണ്ടാമ നോറം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ കളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു താരം ലാൽത്ത താങ്കയാണ്. പൂറ്റി എന്നറിയപ്പെടുന്ന ഒരു താരമാണ് ഈ താരം. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഭാഗമായിരുന്നു ഈ ഒരു താരം. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ചൊരു പ്രകടനം പൂറ്റിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിലേക്ക് വരാണെങ്കിൽ 3 താരങ്ങളാണ് ഫോർവേഡിലുള്ളത്. ആദ്യത്തെ ഒരു താരം ഗ്യാരി ഹൂപ്പർ. ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ സൈനിങ് ആണ് ഗ്യാരി ഹൂപ്പർ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ ആകാൻ സാധ്യതയുള്ള ഒരു താരമാണ് ഗ്യാരി ഹൂപ്പർ. അടുത്തൊരു താരം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏക ഇന്ത്യൻ സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഷൈബുർലോങ് കാർപ്പാൻ എന്ന് പറയുന്ന ഈ ഒരു താരമാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീമിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ഷൈബുർലോങ് കാർപ്പാൻ. ഈ ഒരു താരത്തിൻ്റെ വ്യക്തിഗത മികവിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് KPL വരെ നേടാൻ സാധിച്ചത്. അത് കഴിഞ്ഞാൽ മറ്റൊരു താരം എന്ന് പറയുന്നത് ജോർദാൻ മൊറയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു താരത്തിൻ്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏഷ്യൻ താരമാണ് ജോർദാൻ മൊറെ. ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ മികച്ച ഒരു പ്രകടനം പ്രതീക്ഷിക്കുന്നു. 25 വയസ്സേ ഈ ഒരു താരത്തിനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ലോങ് ടേം കരാറിന് സാധ്യതയുള്ള ഒരു പ്ലെയറാണ് ജോർദാൻ മൊറെ. അപ്പോൾ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഫുൾ സ്ക്വാഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മത്സരം കാണാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ചിനായിട്ട് നമുക്ക് കാത്തിരിക്കേണ്ടി വരികയുള്ളൂ. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ സീസണിലും വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച സൈനിങ്ങുകളും മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണ് ഈ സീസണിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കിബു വിക്കോനിക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം മികച്ച രീതിയിൽ പ്രകടനം നടത്താൻ സാധിക്കും എന്ന് നമുക്ക് കണ്ടറിയണം. എനിവേ ഈ ഒരു സീസണിൽ എല്ലാ മത്സരങ്ങളും ഗോവയിലാണ് നടക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.